ട്രംപും നരേന്ദ്രമോദിയും തമ്മിലുള്ള ആ ഒരു ബന്ധവും സൗഹൃദവും എന്നൊക്കെ പറയുന്നത് വളരെ വലുതാണ്. അത് നമ്മുടെ രാജ്യത്തിനോടുള്ള ആ ബന്ധം വളരെ ഊഷ്മളമായിട്ടുള്ളതാണ്. ആ ബന്ധമൊക്കെ വെച്ചുകൊണ്ടാണ് ചിലരൊക്കെ അങ്ങ് അമേരിക്കയിലേക്ക് പോകാൻ തയ്യാറെടുത്തത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ ഒരു കെയർ ഓഫിൽ അവിടെ ആളാകാമെന്നൊക്കെ കരുതി ഏതോ ഒരു ഊച്ചാളി സംഘടനയുടെ പേരിൽ അവിടെ ഒരു പ്രഭാഷണം നടത്താൻ നമ്മുടെ ഇവിടുന്ന് ഒരു വിദഗ്ധ അങ്ങോട്ട് തയ്യാറെടുപ്പ് നടത്തി. എല്ലാം വാരിക്കെട്ടി അടുക്കി വെച്ചു. ചുരിദാറും പാൻറ്റും ജീൻസും ഒക്കെ അടുക്കി വെച്ചു. പെട്ടിയും പ്രമാണവും എല്ലാം എടുത്ത് എയർപോർട്ടിലെത്തിയപ്പോഴാണ് കേന്ദ്ര അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. ആ പോകാനുള്ള ഓർഡർ ഇല്ല. വിദേശങ്ങളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിൻ്റെ അനുമതി വേണം. ഒടുവിൽ പിന്നെ പെട്ടിയും കൊടുക്കുകയും പായും തലയാണും എല്ലാം ആയിട്ട് തിരിച്ചു പോകുന്നു എന്നുള്ളതാണ്. നോക്കണേ, നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ്. ഞാൻ ആലോചിക്കുകയാണ്, അവിടെ ഇന്നാണ് പ്രഭാഷണം നടത്തേണ്ടിയിരുന്നത്. അവിടെ ആൾക്കാർ വളരെ കാത്തിരുന്നതാണ്. ഒരു നല്ല പ്രഭാഷണം കേൾക്കാം. ലോകത്തിനു മുന്നിൽ ഒന്നാമത് നിൽക്കുന്ന കേരളത്തിൻ്റെ ആരോഗ്യ രംഗത്തെക്കുറിച്ചൊക്കെ വിദഗ്ധമായിട്ട് സംസാരിക്കുന്നത് ഒക്കെ ഒരുപക്ഷെ ലോകം മുഴുവൻ അത് വാർത്താ പ്രാധാന്യത്തോടെ കൊടുക്കുമായിരിക്കും. സർവകലാശാലയിൽ നടക്കുന്ന ഹോപ്കിൻസ് ഇന്ത്യ കോൺഫറൻസിലാണ് പ്രഭാഷണത്തിന് മന്ത്രിയെ ക്ഷണിച്ചത്. നോക്കണേ, അവിടുത്തുകാർക്കൊരു വലിയ അവസരമാണ് നഷ്ടപ്പെടുത്തി കളഞ്ഞത് കേന്ദ്രം. ചില സമയത്തൊക്കെ നരേന്ദ്രമോദിയെ പരിഹസിക്കും. ഫാസിസം, ഭരണകൂട ഭീകരത. ആര്? വീണ ജോർജും വീണ ജോർജിൻ്റെ പാർട്ടിയും പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എം.എ. ബേബി വരെ. ഇടയ്ക്ക് ബേബി എന്താണ് പറഞ്ഞത്? ഞാനിപ്പോൾ ട്രംപിനെ പറ്റി പഠിക്കുകയാണ്. ട്രംപ് ലോകത്തിൻ്റെ മുഴുവൻ രാജാവാകാൻ ശ്രമിക്കുകയാണ്, നേതാവാകാൻ ശ്രമിക്കുകയാണ്. അതിന് എതിരെയാണ് ഞാൻ പോരാടാൻ പോകുന്നത്. അപ്പം ഈ ഈയാമ്പാറ്റകളുടെയൊക്കെ സ്ഥിതി ആലോചിച്ച് നോക്കാം. പൊങ്ങി ഉയർന്നു വന്ന് വലിയ വെട്ടത്ത് വന്ന് ഇതൊക്കെ അങ്ങ് ഇല്ലാതായി പോവുകയാണ്. എം.എ. ബേബിക്ക് എം.എ. ബേബിയുടെ എവിടെ ഇരിക്കുന്നു എന്നുള്ളതൊന്നും അറിയത്തില്ല എന്നുള്ളതാണ്. ഇപ്പോഴും CPM എന്ന് പറയുന്നത് വലിയ പാർട്ടിയായിട്ടിങ്ങനെ നിൽക്കുന്നുവെന്നാണ് ബേബിച്ചായം കരുതുന്നത്. പക്ഷേ ഇന്ത്യയിൽ മാത്രം ഏതാണ്ട് 1.5% വോട്ട് പോലും നേടാത്ത ഒരു പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ്. എന്ത് കാര്യത്തിനാണോ ഈ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ട് വെച്ചിരിക്കുന്നത്? എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് ഡൽഹി ഇരുന്നുകൊണ്ട് പറയുകയാണ് ട്രംപിനോട് എതിരിടാൻ പോവുകയാണ്. മോദിജിയോടുള്ള പോരാട്ടമൊക്കെ നിർത്തി കേട്ടോ, ഇപ്പം ട്രംപിനോടാണ്. ഇവിടെ പോരാട്ടമൊക്കെ നടത്തി മോദിയെ നല്ല വരച്ച വരയിൽ നിർത്തിയിരിക്കുകയാണ് CPM. ഇനിയും ട്രംപിനോട് എതിരിടണം. ട്രംപ് ഈ ചൈനയോട് എടുക്കുന്ന നിലപാടും ഒക്കെ ഉണ്ട്. അതിനോടൊന്നും അങ്ങനെ യോജിക്കുന്നില്ല. അതിലൊക്കെ ശക്തമായ താക്കീത് കൊടുക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ വീണ ജോർജിന് പ്രഭാഷണം നിഷേധിച്ചതിൻ്റെ പേരിൽ ഈ നല്ലൊരു പ്രഭാഷകയെ നഷ്ടപ്പെടുത്തി കേന്ദ്രം. അവർക്ക് കാവ്യവൽക്കരണമായിട്ടുള്ള പ്രഭാഷണത്തെ മാത്രമേ അംഗീകരിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ബേബി സഖാവ് ഉണർന്നു വരും. മന്ത്രി റിയാസും വരും. നോക്കൂ, ആ ക്യാമറ അങ്ങോട്ട് തിരിച്ചു വയ്ക്കൂ. ആ ക്യാമറ അങ്ങോട്ട് തിരിക്കുമ്പോൾ കാണാം എന്തായിരിക്കുമെന്ന്. അല്ലെങ്കിൽ ചിലപ്പോൾ റഹീം അദ്ദേഹം പാർലമെൻറ്റിൽ ഉന്നയിക്കും വീണ ജോർജിന് ഇത് പ്രഭാഷണം നടത്താനുള്ള അവകാശം നിഷേധിച്ചതിനെക്കുറിച്ച്. അപ്പോൾ റഹീം അത് പാർലമെൻറ്റിൽ ഉന്നയിക്കുകയാണെങ്കിൽ അത് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതിൻ്റെ പ്രിപ്പറേഷൻ നടക്കുകയാണ്. ഇംഗ്ലീഷിൽ എല്ലാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എഴുതി പഠിപ്പിക്കണം. അതിനുവേണ്ടി പ്രത്യേക ഒരു ഇംഗ്ലീഷ് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ഒരാളെ വെച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അങ്ങനെ പാർലമെൻറ്റിൽ അത് പ്രസംഗിച്ച് പാർലമെൻറ്റിനെ മുഴുവൻ നടുക്കിക്കളയും. മുമ്പൊരു പ്രസംഗം നടത്തിയതിൻ്റെ നടുക്ക് ഇപ്പോഴും പാർലമെൻറ്റിൽ ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്നുണ്ട്. ഈ വീണ ജോർജിനൊക്കെ ഈ പ്രഭാഷണം നടത്തണമെന്നുള്ള താല്പര്യത്തോടു കൂടി മുമ്പോട്ട് പോയപ്പോഴേ നമുക്ക് ഓർമ്മിക്കേണ്ട ഒരു കാര്യം,
അല്ലാത്ത സമയത്ത് ട്രംപിനെതിരെയും ട്രംപ് ഭരണകൂട ഭീകരത എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രസംഗം നടത്തുകയോ ഒക്കെ ചെയ്യുന്ന നമ്മുടെ ഈ സഖാക്കന്മാരൊക്കെ ചികിത്സയും മറ്റും വരുമ്പോൾ നേരെ പോകുന്ന അങ്ങോട്ടേക്കാണ്. കെ ശൈലജ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന സമയത്തൊക്കെ ചില അവാർഡുകളും മറ്റുമൊക്കെ അവിടെ നിന്ന് ഒപ്പിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ട്. കാരണം കേരളം കോവിഡിനെ തടഞ്ഞു, കേരളം ആരോഗ്യരംഗത്ത് ഒന്നാമത്, ഇന്ത്യയിൽ ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനം എന്നൊക്കെ പറഞ്ഞ് ഇവർ തന്നെയാണ് അങ്ങനെ ആക്കിയത്. അങ്ങനെ ലോകത്ത് തന്നെ ഒരു PR വർക്ക് നടത്തി കേരളത്തെ അങ്ങ് ഉയർത്തിക്കാട്ടുകയാണ് ചെയ്തത്. മുമ്പ് ശിവൻകുട്ടി ഇതുപോലെ വിദ്യാഭ്യാസ രംഗത്തെ ഉയർത്തിക്കാട്ടി. അവസാനം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ചല്ല, മന്ത്രി ശിവൻകുട്ടിയെ പറ്റി പഠിക്കാനായിട്ട് ഫിൻലാൻഡിൽ നിന്ന് ആൾ വന്നു ഇവിടെ, മന്ത്രി ശിവൻകുട്ടിയെ പറ്റി പഠിക്കാനായിട്ട്. അതുപോലെ മിക്കവാറും നമ്മുടെ MA ബേബിയെ പറ്റി പഠിക്കാനും ചിലപ്പോൾ വിദേശത്ത് നിന്ന് വിദഗ്ധ സംഘം വരും. എങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ട് കഴിയുന്നു എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കാൻ. അതുപോലെ വീണ ജോർജ് എന്ന പ്രഭാഷകയെക്കുറിച്ച് പഠിക്കാൻ. കാരണം അമേരിക്കയിൽ ജനങ്ങൾ കാത്തിരുന്നതാണ് ഒരു നല്ല പ്രഭാഷണം കേൾക്കാനായിട്ട്. ഒരുപക്ഷെ അവിടെ നിന്നൊരു വിദഗ്ധ സംഘം ആ സർവകലാശാലയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാനുള്ള നീക്കം ഉണ്ടാകും. എന്നിട്ട് വീണ ജോർജിൻ്റെ പ്രഭാഷണത്തെക്കുറിച്ച് അവർ പഠനം നടത്തി ഗവേഷണം റിപ്പോർട്ട് കൊടുക്കും. എന്നിട്ട് അതിലാരെങ്കിലുമൊക്കെ ഡോക്ടറേറ്റും എടുക്കും. കാരണം ഈ 2016 അധികാരത്തിൽ വന്ന ആദ്യ പിണറായി സർക്കാരിലുള്ള ഒരു MLA ആണ് വീണ ജോർജ്. 2021 വിജയിച്ചു. അങ്ങനെ ആരോഗ്യവകുപ്പ് മന്ത്രിയാകുകയും ചെയ്തു. ആരോഗ്യരംഗത്ത് കേരളത്തിൽ വലിയ സമൂലമായ മാറ്റമാണ്. ഇതാണ് അവിടെ അമേരിക്കയിൽ പോയി പറയാനിരുന്നത്. കേരളത്തിലെ ആരോഗ്യരംഗം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ വരെ പത്രങ്ങളിൽ വായിച്ചതാണ്. തെരുവ് നായ്ക്കൾ കടിച്ച് അല്ലേ, അതിനുള്ള വാക്സിൻ കുത്തിവെച്ച കുട്ടികൾ മരിച്ചു വീഴുന്നു. വാക്സിൻ്റെ കുഴപ്പമല്ല എന്നാണ് നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ പറച്ചിൽ. കേരളത്തിലെ ആരോഗ്യ രംഗത്ത് പൊതുജന ആരോഗ്യത്തെ അങ്ങ് കുളിപ്പിച്ച് കടത്തിയിരിക്കുകയാണ് വീണ ജോർജ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മഹത്വമാണ് വിദേശത്ത് സർവകലാശാലയിൽ ചെന്ന് പറയാനിരുന്നത്. അതിനെയാണ് കേന്ദ്രം തടഞ്ഞത്. എന്തായാലും കേന്ദ്രം തടഞ്ഞത് ഒരു വലിയ ചതിയായിപ്പോയി. രണ്ട് കാര്യങ്ങൾ: ഒന്ന്, നല്ല ഒരു പ്രഭാഷണം നഷ്ടപ്പെട്ടു. രണ്ട്, നല്ലൊരു പ്രഭാഷകയുമാണ് ലോകത്തിന് നഷ്ടപ്പെട്ടത്. ഇനി ചിലപ്പോൾ അവിടെ നിന്ന് മറ്റു പല രാജ്യങ്ങളിലേക്കും പ്രഭാഷണവും പ്രഭാഷകയും ഒക്കെയായി പോകേണ്ട വീണയോട് എന്തായാലും കേന്ദ്രം ഈ ചതി ചെയ്യരുതായിരുന്നു